ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതായിരുന്നു ഡെസ്ക് മേക്കർ. പോരായിട്ട് തന്നെ നമ്മൾ തമ്പലൈന് വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു പെക്ക് ബോർഡ് ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ദിവസം ഇത് ഷൂട്ട് ചെയ്യുന്നത് വേറെ ദിവസമാണ്. അതായത് പെക്ക് ബോർഡ് ഊരിയെടുത്ത് പിറ്റേന്നാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ പഴയ ലുക്ക്. ഇനി നമുക്ക് പുതിയ ലുക്കിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ സാധനങ്ങളൊന്നും നോക്കണ്ട, ഒക്കെ വലിച്ച് വാരി ഇട്ടേക്കാണ്. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിനെക്കാട്ടിലും കഷ്ടമായിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലാണ് എങ്ങനെയാണ് ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തതെന്ന്, അതായത് ഒരു ചെറിയൊരു കോർണറിൽ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു കാർഡ്ബോർഡ്, അതായത് ഈ ഒരു പെക്ക് ബോർഡിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കാർഡ്ബോർഡ് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ അടുത്ത് വേറൊരു ബോർഡ് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതുമുള്ള കുറച്ച് ബോക്സസ് ഒക്കെ ഞാനിങ്ങനെ ഊരിയെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് ബോക്സസ് നമുക്ക് ആവശ്യമുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോക്സസ് ആണ്. ഇതാണ് നമ്മുടെ പെക്ക് ബോർഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊന്ന് നമ്മൾ A4 യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. സോ നല്ല ഒട്ടുന്ന പശനെ യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പശ തേച്ചിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കണം, അല്ലാതെ അവിടെ ഇങ്ങനെ അടയാളം വന്നുകൊണ്ടിരിക്കും. ഞാൻ ബാക്ക് വശത്തൊന്നും ഒട്ടിക്കുന്നില്ല, അതിൻ്റെ ബാക്കി പീസ് വരുന്ന മാത്രം ഒന്ന് ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പറയാനുള്ള, പശ ഓവറായിട്ട് അങ്ങ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അത് പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു ഭാഗം നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കറുത്ത കളർ വരും. അപ്പോൾ അതിങ്ങനെ വൃത്തികേടായി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല സൂക്ഷിച്ചാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ട്യൂഷൻ ലീവ് കിട്ടുമ്പോഴാണ് ഞാൻ ഇതുപോലെ ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം കുറച്ചെടുക്കും, പിറ്റേ ദിവസം കുറച്ചും കൂടി എടുക്കും. അങ്ങനെ ഫുള്ളാക്കിയിട്ടാണ് ഞാനൊരു പ്രൊഡക്ടിവിറ്റി ഡേ പറഞ്ഞിട്ടുള്ളത് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ 2 ലീവ് കിട്ടിയപ്പോൾ ഞാൻ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഞാൻ ഒരുപാട് ഷോർട്സ് ക്യൂട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. പറഞ്ഞ് ഇവിടെ പെക്ക് ബോർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പെക്ക് ബോർഡ് സെറ്റ് കാരണം A4 ഒടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുമെന്ന് വലിച്ചൂരി ഈ ഒരു ബോക്സസിൻ്റെ ഭാഗത്ത് A4 ഒക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഓരോ ബോക്സസും ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സോപ്പ് പെട്ടി, അതുപോലെ തന്നെ പേസ്റ്റിൻ്റെ പെട്ടി, അങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. A4 ഒക്കെ പൊതിഞ്ഞിട്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കുന്നില്ല, കാരണം ഇതിനൊരു കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ പെക്ക് ബോർഡ് സെറ്റാക്കലോ അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് ഞാൻ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു ദിവസം നൈറ്റ് ചെയ്ത പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്തതാണ്. അത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ടാണ്. ഇതിന്റെ ബാക്കി തുറക്കുന്ന ഭാഗം ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുപോലെ നമുക്ക് 2 പീസൊക്കെ ഒരു ഹോൾഡർ ഒക്കെ പോലെ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഡെക്കോറസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒന്നും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ ബോക്സസ് ഒക്കെ നമുക്ക് A4 പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഞാനിവിടെ 2 ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണിക്കുന്ന ഓരോ ബോക്സസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിന് നമ്മൾ ഓരോരോ പൊസിഷനിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ എവിടെയാണോ വെക്കുന്നത് അതെടുത്ത് അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. സോ നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പെക്ക് ബോർഡും ഒരുപാട് ഐറ്റംസ് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ. എൻ്റെ ഡെസ്കുമ്പോൾ നിൽക്കുന്ന 3/4 സാധനങ്ങളും ഞാൻ തന്നെ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയതാണ്. ബാക്കി 2-3 സാധനങ്ങൾ മാത്രമാണ് ഞാൻ പ്രൈസ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഇടയായിട്ട് നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കുറേ ഐറ്റംസ് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിക്കണം എന്ന് തോന്നിയതാണ്. അതുപോലെ തന്നെ വിലക്കുറവ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. എല്ലാം തന്നെ സ്റ്റിക്കേഴ്സ് ഐറ്റംസ് ഒക്കെ, ജേർണിങ്ങുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ പേപ്പർ യൂസ് ചെയ്തിട്ട് വരച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ പെക്ക് ബോർഡ് സെറ്റാക്കാനുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് ഞാൻ ക്ലീനിങ് നടത്താമെന്ന് കരുതി. കാരണം ഈ ഒരു ഡെസ്ക് എനിക്ക് മാറ്റിയിട്ട് വേണം, കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഞാൻ പോസ്റ്റേഴ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റേഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ചെറിൻ്റെ ആണ്. ഈ ഒരു ഡെസ്ക് മേക്കോറിൽ നമ്മൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ഞാൻ A4 മടക്കിയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡെസ്ക് മേക്കോറിന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഹോംമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഐറ്റംസ് ആണ്. ഇപ്പം എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്സ് വീഡിയോ ഉണ്ടായിരുന്നു, അതിന് നന്നായിട്ട് വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ലൈക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. ഇനിയും വിടുന്ന വീഡിയോസിന് ലൈക്കും വ്യൂസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധിക്കും. വിഷയത്തിന് നമ്മൾ തെന്നി മാറി ഏതിലൂടെയോ പോയിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റേഴ്സ് ഓരോന്നായിട്ട് ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പോസ്റ്റേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സ്കെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സ് നിങ്ങൾ ചോദിക്കുക എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാനതൊക്കെ എടുത്ത് വെക്കും. പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പോസ്റ്റേഴ്സ് എടുക്കാനുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഈ ഒരു ഡെസ്ക് മേക്കോർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്, ഓരോന്നെടുത്ത് അങ്ങോട്ട് മാറ്റലും ഇങ്ങോട്ട് മാറ്റലൊക്കെ. അതുകൊണ്ട് എനിക്കത് വലിയ കാര്യമൊന്നും ഇല്ല.
പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്രാഫ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വായിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കമൻറ്റ് വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോ വീഡിയോസിൻ്റെയും. പിന്നെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള ക്രാഫ്റ്റാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് പുതിയ പോസ്റ്റേഴ്സ് ഉണ്ടാക്കണമല്ലോ. കഴിഞ്ഞത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു ഷീറ്റായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ A4 ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ചായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് ചിലതൊക്കെ ഓൺ ആവാറുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഭാഗത്തൊരു ബ്ലങ്ക് പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, ബ്ലെൻഡായ പോലെ. സോ എന്താണ് കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെറിയൊരു ഭാഗത്തൊരു ചെറിയൊരു ബ്ലാങ്ക് പോലെ തോന്നുന്നുള്ളൂ. ഇനി 2 A4 എടുത്തിട്ട് അതൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പോസ്റ്റേഴ്സ് സെറ്റ് ആക്കാൻ പോവുകയാണ്. പക്ഷേ ഞാനത് വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഏകദേശം 10:30 ആയപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 1:30 ആയപ്പോൾ തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും തുടങ്ങാമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാൻ ഫോണിൽ കണ്ട് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്നു പോയി. ഇനി എന്തെങ്കിലും മൂവീസോ ഡ്രാമാസോ ഒക്കെ കണ്ടിരിക്കാമെന്ന് കരുതിയതാണ്. പിന്നെ ഞാൻ കരുതി അഥവാറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം പോയി പോസ്റ്റേഴ്സ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഒരുപാട് ക്രാഫ്റ്റ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് എഡിറ്റ് ചെയ്ത് വിടാനേ ഉണ്ടായിരുന്നുള്ളൂ, വോയിസ് ഓവറൊക്കെ സെറ്റ് ആക്കിയിട്ട്. അങ്ങനെ ഞാൻ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന്. ബട്ട് യാതൊരു വ്യൂസോ ലൈക്കോ ഒന്നും അതിനില്ലായിരുന്നു. ഞാൻ വീണ്ടും ഡിലീറ്റ് ആക്കി വീണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചാണ് ഈ ഒരു ഡെസ്ക് മേക്കർ 2 ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്ന് കരുതിയതാണ്. അപ്പോൾ ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് ക്ലീൻ ആക്കി ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാമല്ലോ, ഈ ഒരു ഷൂട്ട് മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കാണിക്കുന്ന സാധനം ഇത് ഫോം ബോർഡ് അല്ല കേട്ടോ, ഇതൊരു മൾട്ടി ബോർഡോ അങ്ങനത്തെ ഒരു പറഞ്ഞൊരു ബോർഡായിരുന്നു. ഇതിൻ്റെ വീട്ടിലൊരു പണി കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതുപോലത്തെ ഷെൽഫ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. ഷെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ഓർഗനൈസർ അത് ഉണ്ടാക്കാനായിട്ടാണ്. നമ്മൾ ഒരു തവണ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആടിക്കൊണ്ട് നടന്നപ്പോൾ ഞാനതിങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പശ തേച്ച് ഒട്ടിക്കാൻ വേണ്ടി ഒന്ന് വെച്ചതാണ്. അതിന്മേൽ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ ഒന്ന് കനത്തിൽ വേണ്ടി നിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോസ്റ്റേഴ്സ് ഇതേ കൊണ്ടുവരുന്ന വരവാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടൊന്ന് ഫോണിൽ കണ്ടിങ്ങനെ മൊയ്കിയിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ കരുതി പിന്നെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാമെന്നല്ലോ. അപ്പോൾ ആ ഒരു പോസ്റ്റേഴ്സാണ് ഇതൊക്കെ. സോ സിമ്പിളായിട്ട് ഏത് കുട്ടിക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റേഴ്സാണ് ഇതൊക്കെ. ഇപ്പം നിങ്ങൾ ഇത്രയും അലങ്കോലമായിട്ടുള്ള മാത്രമാണ് കണ്ടിട്ടുള്ളത്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിലേറെ കഷ്ടമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ടാബിളിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതിന്റെ ടാബിൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഇതൊരു ഏതോ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു ടാബിളാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഓരോ പാർട്സും ഞാൻ ഊരിയെടുക്കുന്നതാണ്. ഈ ഒരു സാധനത്താണ് ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുന്നത്. അല്ല, ഓരോ പാർട്സ് ആയിട്ട് ഊരിയെടുക്കുന്നെന്ന് പറഞ്ഞല്ലോ, അങ്ങനൊന്നും ഊരിയെടുക്കുന്നൊന്നുമില്ല. അതങ്ങനെ അവിടെ സെറ്റ് ആക്കിയൊന്ന് വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന ആ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതതിൻ്റെ മുകൾക്കൊന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്ലോത്ത് ഞാൻ വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. 2 ദിവസം മുമ്പായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ഒരുപാട് കാർഡ്ബോർഡിൻ്റെ പീസസും കുറേ അധികം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ടാബിൻ്റെ അടിയിലൊന്നും നോക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസും കുറച്ച് കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ വെച്ച് കുത്തി തിരികെ വെച്ചതാണ്. ഇനി നമുക്ക് പിക് ബോർഡ് ഏത് വശത്താണോ വെക്കേണ്ടത് ആ ഒരു വശത്തേക്ക് ഈ ടേബിൾ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകൂടി കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി ഗൈസ്, നമ്മുടെ പിക് ബോർഡും കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൽ വെക്കാനായിട്ട് എനിക്ക് അധികം ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഉള്ളതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എനിക്ക് ആ ടേബിളിൻ്റെ മണ്ടയിലോട്ട് വെക്കണം. എല്ലാ ഐറ്റംസും അങ്ങനെ കുത്തി തിരികെ വെച്ചിട്ട് ഒരു ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നടക്കാമല്ലോ എന്ന് കരുതിയപ്പോൾ അങ്ങനെ വെച്ചു. അങ്ങനെ നമ്മുടെ പിക് ബോർഡും ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോസ്റ്റേഴ്സ് ഓരോന്നോട്ട് ഒട്ടിക്കാം കേട്ടോ. ഇതൊക്കെ ഒട്ടിക്കുന്നത് ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റേഴ്സ് വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ടാബിളിൻ്റെ അടിയിലുണ്ടായിരുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റൂമിൻ്റെ കോലുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പശയൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു ഓർഗനൈസർ ഞാൻ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ തീമിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓർഗനൈസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ചെയ്യാനുള്ളതൊക്കെ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.